നമ്മുടെ സ്വന്തം പയ്യന്നൂർ കണ്ണപുരം ഭാഗത്ത് അവൽ ഇസ്തിരി ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഇത് ഏതൊരു ഐറ്റം എന്നൊരു കൗതുകം. നമ്മൾ അറിയാതെ പോയതാണോ ഇത്ര ഫേമസ് ആയിട്ടുള്ള ഇവനെ? എന്നാൽ റെസിപ്പി കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മളെ പയ്യന്നൂക്കാർ അവൽ മിച്ചറിട്ടത്, കുഴച്ചത്, നനച്ചത്, അങ്ങനെ പല പേരുകളിൽ പറയും നമ്മുടെ പാവം 4 മണി പലഹാരം, അതില്ലെങ്കിൽ രാവിലെ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കി തരുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മയുടെ മുഖം നല്ല ഹാപ്പി ആണെങ്കിൽ, അടുക്കളയിൽ വലിയ പണിയൊന്നും ഇല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഈ പറഞ്ഞ അവൽ ഇസ്തിരി നല്ല റിച്ച് ആയിരിക്കും. എന്നാൽ അമ്മയുടെ മുഖം ഒട്ടും ഓക്കെയില്ലെങ്കിൽ ഇസ്തിരിയും അതുപോലെ തന്നെ ചുക്കിച്ചുളിഞ്ഞ് നല്ല ലോക്കലായിരിക്കും. അപ്പോൾ ഇന്നൊരു റിച്ച് ആയിട്ടുള്ള അവൽ ഇസ്തിരിയാണ് നമ്മുടെ. നല്ല ചൂടുള്ള പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കശുവണ്ടി പരിപ്പും നല്ല കറുത്ത ഉണക്കമുന്തിരിയും ഒരു കൈപ്പിടിയോളം അങ്ങ് ചേർത്ത് കൊടുക്കും. അമ്മ ഉണ്ടാക്കി തരുമ്പോൾ നമ്മുടെ പയ്യന്നൂർ ഭാഗത്ത് സൂര്യൻ്റെ കട, നല്ല ആയുർവേദ കടയാണ് കേട്ടോ. അവിടെ മരുന്ന് വേവാൻ വാങ്ങുന്ന നല്ല കറുത്ത ഉണക്കമുന്തിരി ഉണ്ടാവും, നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. അമ്മ അത് ധാരാളമായിട്ട് അങ്ങ് അതിനകത്ത് ചേർക്കും. കാരണം മക്കളുടെ ആരോഗ്യം എപ്പോഴും അമ്മമാർക്ക് നല്ല കരുതലാണല്ലേ. ഈ പറയുന്ന ഉണക്കമുന്തിരി കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്ത് മക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ടേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് അവലാണ്. നല്ല മട്ട അവിൽ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും അളവിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 1 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവൽ നമ്മൾ സാധാരണ നമ്മുടെ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കില്ലേ, ചെറുതായിട്ട് കറുമുറ കുറയ്ക്കുന്ന പാകം, ആ ഒരു പാകത്തിനൊന്നങ്ങ് വറുത്തെടുത്താൽ മതി. വറുത്തെടുത്തിട്ടുള്ള അവിലിനെ ഒരു പാത്രത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലോട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യം ഓമപ്പൊടിയാണ്. ഈ ഓമപ്പൊടി നമ്മളെല്ലാവരുടെ വീട്ടിലും സ്ഥിരമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി അറിയില്ല എന്നാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ഇഷ്ടമുള്ളത്രയും ചേർത്ത് കൊടുക്കാം. ഈ ഓമപ്പൊടി കയ്യിലില്ലെങ്കിൽ ഉടായിപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കുന്ന മിക്സ്ചർ, അതിനകത്തുനിന്ന് ഒരു കൈപ്പിടി എടുത്തിട്ട് സംഭവം ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞാലും നല്ല അടിപൊളി തന്നെയാണ്. ഇനി കുറച്ച് പാൽ, ഒരു 1/2 കപ്പ് പാലൊക്കെ ധാരാളമാണ്. ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ നിർബന്ധമില്ല കാര്യമല്ല ഏലക്കപ്പൊടി. അതുപോലെ തന്നെ മധുരം. ഇനി മധുരം താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. അതായത് പാല്, നമ്മൾ ചായ തിളക്കാൻ വെക്കുമല്ലോ, പാൽ ആദ്യം തിളക്കാൻ വെക്കില്ലേ, ആ തിളക്കാൻ വെക്കുന്നതിൽ നിന്ന് കുറച്ച് പാല് കോരിയിട്ട് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു തരുമൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ മധുരമുള്ളവർക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ചേർത്ത് കൊടുക്കും. ഏലക്കപ്പൊടി മിക്കപ്പോഴും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ ഫ്ലേവറൊക്കെ വേണമെന്ന് തോന്നുന്ന സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുറച്ച് റിച്ച് ആയിട്ട് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഈ കണ്ട ഈ കുറച്ച് ഐറ്റംസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഓമപ്പൊടി ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞത്, അത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ അവിലും ഓമപ്പൊടിയൊക്കെ കൂടി കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ഇഷ്ടമുള്ള അത്രയും കശുവണ്ടി പരിപ്പ്, നമ്മൾ എത്രയാണോ വറുത്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉണക്കമുന്തിരിയും, കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ധാരാളം ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാര്യം കൂടി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുണ്ട്, പഴം എടുക്കുന്ന സമയത്ത്, വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് സാധാരണ തയ്യാറാക്കി എടുക്കുമ്പോൾ റോബസ്റ്റ് പഴമൊക്കെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ റോബസ്റ്റ് പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചെറുപഴം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ അമ്മമാർ ചില സമയത്ത് നേന്ത്രപ്പഴം നെയ്യിൽ മൂപ്പിച്ചിട്ട് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കുട്ടികൾക്കൊക്കെ നേന്ത്രപ്പഴം മൂപ്പിച്ചതൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഇവിടുന്ന് റോബസ്റ്റ പഴമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ സാധാരണ ഒരു പഴം, ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്ന ചെറു പഴമാണ് എടുത്തിട്ടുള്ളത്. അത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. കറക്റ്റ് അളവും കാര്യങ്ങളൊന്നുമില്ല, ഇഷ്ടമുള്ള അത്രയും അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പാല് തിളപ്പിച്ച് കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അതായത് ഒരുപാട് അങ്ങ് പാലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മൊത്തത്തിൽ അങ്ങ് കുതിർന്ന് ഈ ഓമപ്പൊടി അവലും കൂടിയൊക്കെ ഒന്നും കഴിക്കാനൊന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഒരു ഇത്തിരി മാത്രം ഒന്ന് നനച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകിൽ കൈ വെച്ചിട്ട് തന്നെ കുഴക്കുന്നതാണ് നല്ലത്. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടി അങ്ങ് നല്ല നമ്മൾ ഒഴിച്ച പാടെ തന്നെ നമ്മളങ്ങ് കഴിക്കണം. അപ്പോൾ ആ അവിലിൻ്റെ ആ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ടെക്സ്ചറും നമ്മുടെ ഓമപ്പൊടി നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക, അതും ഉണക്കമുന്തിരി എല്ലാം കൂടി കഴിക്കുമ്പോൾ ശരിക്കും വൈകുന്നേരങ്ങളിൽ നല്ലൊരു കട്ടനാണ് ശരിക്കും ഉണ്ടാക്കുക. ഇതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ഉണ്ടാകും, ചൂട് കട്ടൻ വെക്കും, അതിൻ്റെ കൂടെ ഈ സംഭവം ഉണ്ടാകും. വൈകുന്നേരം ശരിക്കും സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ പഴംപൊരി, നമ്മുടെ ഉള്ളിവട അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത ദിവസം സാധാരണ അമ്മമാർ തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ പുട്ടുപൊടിയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാന്നാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം. ശരിക്കും നല്ല ഹെൽത്തി അല്ലേ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല വെറൈറ്റി ഡിഷസുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.